നമസ്കാരം. നമ്മളെപ്പോഴും പറയാറുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മളുടെ നെയ്ബറിങ് കൺട്രിയാണ്. അതിപ്പോഴും നമ്മൾ ഒരു തീവ്രവാദ രാഷ്ട്രമായിട്ട് ഇതുവരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. പല രാജ്യങ്ങളും ഈ പറയുന്നതുപോലെ അതിനെ ഒരു സൗഹൃദപരമായിട്ടുള്ളൊരു രാജ്യമായിട്ടാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പോലും പലവട്ടം യുദ്ധം ഉണ്ടായണക്കുകയും നമ്മളുടെ കുറേ ജവാന്മാർ പട്ടാളക്കാർ മരിച്ചണക്കുകയും ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സൗഹൃദപരമായിട്ടുള്ളൊരു രാജ്യമാണ്. നമ്മുടെ നെയ്ബറിങ് കൺട്രിയാണ്, നമ്മുടെ സഹോദരങ്ങളെന്നൊക്കെയാണ് കുറേ അവർ പറയുന്നത്. ഇവിടെ അവന്മാർക്ക് വീണ്ടും കൊടിയേറി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം 2001 തൊട്ട് നമുക്ക് പറയാം പാർലമെൻറ്റ് അറ്റാക്ക്, അതിനുശേഷം 2008 നടന്ന മുംബൈ ഭീകരാക്രമണം, 2016 നടന്ന ഉറി അറ്റാക്ക്, 2019 പുൽവാമ അറ്റാക്ക്. ഇതിനെല്ലാം കാരണക്കാരാണ്? ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള തീവ്രവാദി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിടുന്നതാരാണ്? ഇതെല്ലാം പാകിസ്ഥാൻകാരാണ്. അവരാണ് ഇതിനെല്ലാം പിന്നിലുള്ളത്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാ തെളിവുകളും ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ഇൻ്റർനാഷണൽ ഏജൻസികൾ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ആരാണ്? പാകിസ്ഥാൻ്റെ അറിവോടുകൂടിയാണ്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പാകിസ്ഥാൻ പട്ടാളം തന്നെയാണ്. ഷഹബാസ് ഷെരീഫാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ അയാളല്ല അവിടെ ഭരിക്കുന്നത്. ഇപ്പം പട്ടാള ഭരണമാണ് ഇപ്പോൾ അവിടെ. അസീം മുനീർ എന്ന് പറഞ്ഞാൽ അയാളുടെ ആർമി ചീഫാണ്. അവരുടെ ആർമി ചീഫാണ് അവിടുത്തെ ഭരണം ഇപ്പം നടത്തുന്നത്. പക്ക തീവ്രവാദി തന്നെയാണ്. ഓക്കെ, ഈ തീവ്രവാദികളെ തീവ്രവാദികളെ കൊണ്ട് പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അതാണ് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ. അതാണ് എന്തുകൊണ്ട് ഇന്ത്യ ഇനിയും പഠിക്കുന്നില്ല. ഇനിയിപ്പോൾ അമ്മയുടെ വെള്ളം കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ളത്. ഓക്കെ, സിന്ധു കോൺട്രാക്ട് എന്തായാലും അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുള്ള അത് മെയിൻ സോഴ്സായിരുന്നു അവരുടെ വെള്ളത്തിൻ്റെ. ഇപ്പോൾ കൃഷിയിടങ്ങളെല്ലാം നശിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്തായാലും നല്ലൊരു അടി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴും, കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സൗഹൃദപരമായിട്ടുള്ള രാജ്യമായതുകൊണ്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ ചൈനയും ഇവരുമായിട്ടൊക്കെ പാകിസ്ഥാനുമായിട്ട് പലവട്ടം പ്രശ്നം ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലൈൻ ഓഫ് കോണ്ടാക്റ്റിൽ, അതായത് LOCയിൽ, നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘിക്കുന്നത് ആരാണ്? പാകിസ്ഥാനാണ്, അല്ലാണ്ട് ഇന്ത്യയല്ല. അവർ വീണ്ടും ഇതേപോലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നിട്ടും എന്തിനാണ് ഈ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ സൗഹൃദം കൂടുന്നത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. കോൺഗ്രസിൻ്റെ സമയത്താണെങ്കിൽ അവർക്ക് പ്രീണനം കൂടുതലായതുകൊണ്ട് അങ്ങനെ പറയാം. BJP സർക്കാർ ഭരണത്തിൽ വന്നപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് കാരണം പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സൗഹൃദപരമായിട്ടുള്ള രാജ്യമാണ്. നമ്മൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉറി അറ്റാക്കിൻ്റെ പല കേസുകൾ വന്ന സമയത്ത് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് BJP സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമാണ്. ഓക്കെ, അപ്പം അങ്ങനെ അത് നമ്മളുടെ എത്ര പട്ടാളക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കണം. അത് ഓരോ മാസത്തെയും എടുത്തു നോക്കിയാൽ നിങ്ങൾ കണക്ക് എത്രയാണെന്നുള്ളത്. ഇവിടെ ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറി നമ്മളുടെ പട്ടാളക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് കടന്ന് എനിക്ക് തോന്നുന്നു പുൽവാമ അറ്റാക്കിലാന്ന് തോന്നുന്നു 40 പേരെ കണ്ടാണ് അന്ന് മരിച്ചത് നമ്മൾ പട്ടാളക്കാർ. അപ്പോൾ ഇതൊക്കെ ഇവന്മാരെയൊക്കെ ആരാണ് വളർത്തിവിടുന്നത്? പാകിസ്ഥാൻകാരാണ്. അത് വ്യക്തമായ തെളിവുകളുള്ള കാര്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഡ്രഗ് ഡീലറായിട്ടുള്ള ഒരാൾ, ടെററിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഇന്ത്യ കണ്ട പ്രധാനമായിട്ടുള്ള ഡ്രഗ് ഡീലർ, മാഫിയ കിങ് ആയിട്ടുള്ള ദാവൂദ് ഇബ്രാഹിം കാസ്കർ. അയാൾക്ക് സംരക്ഷണം നൽകുന്നത് ആരാണ്? 93 മുംബൈ സ്ഫോടനത്തിന് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ്. അക്യൂസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, അയാളാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. എക്സ്പ്ലോസീവ് കടത്താനായിട്ടും എല്ലാം സഹായിച്ചത് അയാളാണ്. അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് പാകിസ്ഥാനാണ്. അയാൾ ദുബായിലായിരുന്നു. ദുബായിൽ ഇരുന്നുകൊണ്ടാണ് ഇവിടെയുള്ള ഡി കമ്പനി അയാൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഡി കമ്പനി എന്ന് പറയുന്നത് ക്രൈം സിൻഡിക്കേറ്റാണ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈം സിൻഡിക്കേറ്റായിരുന്നു അന്നത്തെ വലുത് ഇന്ത്യയിൽ. അത് അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അയാൾക്ക് ഇവിടെ ആ സമയത്ത് പോലീസിലും അതിനൊക്കെ ഇൻ്റലിജൻസിലെല്ലാം നല്ല പിടിപാടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ അറിഞ്ഞു ദുബായ് സർക്കാർ എന്ത് ചെയ്യും, ഇയാളെ കൈമാറും എന്നുള്ള ആ ഒരു വിവരം അറിഞ്ഞു. ഇയാൾ മനസ്സിലാക്കിയതുകൊണ്ട് അവിടുന്ന് അപ്പോഴേ ചാടി പാകിസ്ഥാനിലോട്ട്. പാകിസ്ഥാനിൽ കറാച്ചിയിലാണ് അയാൾക്ക് കൊടുത്തത്? സംരക്ഷണം കൊടുക്കുന്നത്. ഇപ്പോഴും അയാൾ അവിടെ ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്.
ഇന്റർപോളും UN എല്ലാം അയാളെ തപ്പിക്കൊണ്ടിരിക്കുന്നില്ല. ഇപ്പം തപ്പുന്നില്ലെന്ന് തോന്നുന്നു. കാരണം അവിടെ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അയാളെ തൊടാൻ പറ്റത്തില്ല. എന്താ കാരണം എന്നറിയുമോ? അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് ISI ആണ്. അതായത് പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയാണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, സംരക്ഷണം ഒരുക്കുന്നത്. പാകിസ്ഥാൻ്റെ ആർമിയാണ് അയാൾക്ക് സപ്പോർട്ട്. അപ്പോൾ അത്രയും ഹോൾഡ് അയാൾക്ക് അവിടെ ഉണ്ട്. പിന്നെ തെളിവില്ലാത്ത കുറച്ച് റിപ്പോർട്ടുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ, വ്യക്തമായിട്ടുള്ള തെളിവില്ലാത്ത റിപ്പോർട്ടെന്ന് വെച്ചാൽ പലവട്ടം എന്താണ് ഈ ദാവൂദ് ആ ഗവൺമെൻറ്റിനെ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ മിലിറ്ററിയെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ എന്താണ് വെപ്പൺ ഗ്യാമ്പിൾ ചെയ്യാനായിട്ട് എല്ലാം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തനെയൊക്കെ, അതേപോലെ ഇന്ത്യ കണ്ട വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു, മ്യൂസിക് പ്രൊഡ്യൂസറായിരുന്നു ഗുൽഷൻ കുമാർ. ടി സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴും നിലവിലുള്ള ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പനിയാണ് ടി സീരീസിൻ്റെ സ്ഥാപകൻ ഗുൽഷൻ കുമാറിനെ കൊന്നതാരാണ്, വെടിവെച്ച് കൊന്നതാരാണ്? ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകളാണ്. ഇതൊക്കെ പരസ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന, അവനൊക്കെ ഷെൽട്ടർ ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ശത്രു രാജ്യം തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ രാജ്യത്തിൻ്റെ കൊടി പിടിച്ച് ഇവിടെ കുറേ തെണ്ടികൾ നടക്കുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പാകിസ്ഥാൻ മോണികൾ. ഇപ്പം ഇവന്മാരൊക്കെ അങ്ങോട്ടങ്ങ് പറഞ്ഞു പോയി. ഇവന്മാർ ഇവിടെ തന്നെ നിൽക്കുന്നു. അവിടെ മറ്റേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് രാജ്യമാണെന്നാണ് പറയുന്നത് പാകിസ്ഥാൻ. അപ്പം പിന്നെ അങ്ങോട്ട് പോകപ്പാ, ഇവിടെ ആരും നിർബന്ധിക്കുന്നു. പാകിസ്ഥാനോ ഇറാനോ അഫ്ഗാനിസ്ഥാനോ അങ്ങോട്ടെങ്കിലും പൊക്കോ. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. ഈ കണ്ട എന്താ ഭീകരവാദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർ ഇവിടെ നിന്ന് വിട്ടു പോകണം. അത് മനസ്സിലായില്ലേ? ലാവന്മാരിപ്പം കുറേയൊക്കെ അടങ്ങി. ആരാണ് ഈ SDPI-കാരന്മാർ? കാരണം എന്ന് വെച്ചാൽ NIA തുരുതുര വന്ന് പൊക്കുന്ന കാരണം കൊണ്ട് ഇവന്മാർക്ക് അനങ്ങാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പ്രകടനമൊക്കെ ആയിട്ട് വന്നേനെ. മനസ്സിലായില്ലേ? ഇപ്പോൾ അമ്മമാരുടെ നിക്കറെ തുള വീഴുന്നായപ്പോഴത്തേക്കും പതുക്കെ പരിപാടിയൊക്കെ നിർത്തി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മമാർ ഇതിനോടൊക്കെ വെച്ചിട്ട് വന്നേനെ. മറ്റേ പുൽവാമ ഭീകരാക്രമണത്തിന് എതിരെ പ്രവർത്തിച്ചവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നു പറഞ്ഞുകൊണ്ട് അമ്മമാർ ഇറങ്ങിയ അത്രയ്ക്ക് നല്ല ചെറ്റകളുള്ള നാടാണ് നമ്മളുടെ. അമ്മമാരുടെ കൊടി, പച്ചക്കൊടിയും എന്താണ് പാകിസ്ഥാൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് കിടക്കുന്ന കുറേ അമ്മമാരുണ്ട്. പിന്നെ വേറെ എന്തുവാണ്, നമ്മൾ പാലക്കാട് ഉറൂസിന് കണ്ടതാണ് ഹമാസ് തീവ്രവാദികളുടെ പതാകയും അത് കണക്കാണ് മറ്റേ ഫോട്ടോയും എല്ലാം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെ കേരളത്തിലൊക്കെയാണ് ഇത് നടക്കുന്നത്. വേറെ നടക്കൂല. അത് വേറെ കാരണം ഇവിടെ നല്ല വളക്കൂറുള്ള ഒന്നാണ് ഈ തീവ്രവാദം. അത് ഇവിടെ വന്ന് ഇവിടുന്ന് NIA അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോയതിനു ശേഷമാണ് ഇവിടുത്തെ ഗവൺമെൻറ് പോലീസ് പോലും പറഞ്ഞത്. അത് മറ്റൊരു കാര്യം. കുറേ ആരൊക്കെ ഒന്ന് പൊക്കിയായിരുന്നു. ഇവിടെയുള്ള ഇൻ്റലിജൻസ് ഏജൻസി ഒന്നും അറിയുന്നില്ല. ഇവിടെയുള്ള കേരളത്തിലുള്ള ആരും അറിയുന്നില്ല. അത് ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് ഇവർ അറിയുന്നത്, ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അത് മറ്റൊരു കാര്യം. ഈ പറയുന്നത് പോലെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശത്രു രാജ്യം തന്നെയാണ്. നിങ്ങൾ എത്രയൊക്കെ വെള്ളം പൂശാൻ ശ്രമിച്ചാലും അതങ്ങനെ തന്നെയാണ്. ഇതെന്തായാലും ഇതിനുള്ള തിരിച്ചടി കൊടുക്കും. ഇപ്പോൾ ലാസ്റ്റ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പഹൽഗാമിൽ ബൈസറൺ വാലിയിൽ 27 പേരാണ് ഇന്ത്യയിൽ വന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ 27 പേരെയാണ് വധിച്ചത്. അതും മതത്തിൻ്റെ പേരും പറഞ്ഞത്. ഇവന്മാർക്ക് ആരാണ് മറ്റേ പാൽകുട്ടി വളർത്തിയത്? ആരാണ്? ഇസ്രായേലോ അമേരിക്കയോ ഒന്നുമല്ല, പാകിസ്ഥാനാണ്. അപ്പോൾ ഇതുപോലൊരു രാജ്യത്തിന് തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള അടി കൊടുക്കുക തന്നെ വേണം. ഇവന്മാരെ ഒരു കാരണവശാലും ഇനി നയതന്ത്രപരമായിട്ടുള്ളതാണെങ്കിലും ഒരു രീതിയിലും ഇവന്മാരെ അടിപ്പിക്കാൻ പാടില്ല. പറഞ്ഞാൽ മനസ്സിലായില്ല? അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പം നടക്കാനായിട്ട്. ഇപ്പം നമുക്ക് കാണാം മറ്റന്മാർക്ക് എന്തായാലും തുള വീഴുന്നുള്ളൊരു ഉറപ്പാണ്.